disk scheduling. Disk scheduling, first one is FCFS scheduling, that is first come first serve scheduling. ഇതിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? Each services the IO request in the order in which they arrive. അവർ വരുന്നതിനനുസരിച്ചാണ് അതിൻ്റെ IO റിക്വസ്റ്റ് കൊടുക്കുക. അതായത് കൺസിഡർ ക്യൂ വിത്ത് റിക്വസ്റ്റ് ഫോർ IO ടു ബ്ലോക്സ് ഓൺ സിലിണ്ടേഴ്സ് 98, 183, 37, 122, 14, 124, 65, 67. അപ്പോൾ ഡിസ്ക് ഇനീഷ്യലി 53 സിലിണ്ടറിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് ഓർഡറിൽ എഴുതും. ഫസ്റ്റ് 0, അതിന് ശേഷം എല്ലാം ലോവസ്റ്റ് ഓർഡറിൽ 14 ഫസ്റ്റ് എഴുതും, 37 അതിന് ശേഷം 53 അതിന് ശേഷം 53 എന്ന് പറയുന്നത് സിലിണ്ടറിൻ്റെ എവിടെയാണ് പോയിൻ്റ് ഉള്ളത് അതാണ്. അതിൻ്റെ 65, 67 അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 53ലാണ് ഫസ്റ്റ് എന്ത് ചെയ്യുന്നത്? ഇനീഷ്യലി സിലിണ്ടർ എന്ന് പറയുന്നത് ഏത് സിലിണ്ടറിലാണ്? 53 എന്ന് പറയുന്ന സിലിണ്ടറിലാണ് ഡിസ്കിൻ്റെ ഹെഡ് ഉള്ളത്. അതിനുശേഷം അത് 98ലേക്ക് പോകുന്നതാണ് പറഞ്ഞിട്ട്. അപ്പം 98ലേക്ക് പോയിൻ്റ് ചെയ്തു. അതിനുശേഷം 183ലേക്ക് പോകും. അതിനുശേഷം 37ലേക്ക് പോകും. അതിനുശേഷം 122ലേക്ക് പോകും. അതിനുശേഷം 14, 124 ആൻഡ് ദെൻ 65, ദെൻ 67. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ഡിസ്കിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ഹെഡ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ 183 to 53 മൈനസ് ചെയ്യുക, പ്ലസ് എന്താ ചെയ്യേണ്ടത്? 183 to 37 മൈനസ് ചെയ്യുക, പ്ലസ് 122 to 37 മൈനസ് ചെയ്യുക, 122 to 14 മൈനസ് ചെയ്യുക, 124 to 14 മൈനസ് 800 മൈനസ് ചെയ്യുക. അതിന് ശേഷം 124 to 65 മൈനസ് ചെയ്യുക. നെക്സ്റ്റ് 65 to 67 മൈനസ് ചെയ്യുക. അപ്പോൾ ഇത്രയും മൈനസ് ചെയ്ത് പ്ലസ് ആഡ് ചെയ്താൽ ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ ആണ് നമ്പർ ഓഫ് ഹെഡ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പറയുന്നതാണ് ഷോർട്ടസ്റ്റ് സീക്ക് ടൈം ഫസ്റ്റ്, SSTF ഷെഡ്യൂളിംഗ്. SSTF ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് സീക്ക് ടൈം ഫസ്റ്റ് ആണ്, ബേസ്ഡ് ഓൺ മിനിമം സീക്ക് ടൈം. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മെക്കോസ് സ്റ്റാർവേഷൻ, വർക്കിംഗ് സ്ലോ ഡൗൺ, നോട്ട് ദ മോസ്റ്റ് ഒപ്റ്റിമൽ അൽഗോരിതം. അപ്പോൾ ക്യൂ തന്നിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നത് 53ലാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 53ന്ന് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ 53ന്ന് 37ലേക്കാണോ 65ലേക്കാണോ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 65 53 മൈനസ് ചെയ്യുമ്പോൾ 12 കിട്ടുന്നത്. അതേപോലെ തന്നെ 53ന്ന് 37 മൈനസ് ചെയ്യുമ്പോൾ 16 കിട്ടുന്നത്. ഷോർട്ടസ്റ്റ് എന്ന് പറയുന്നത് 12 ആയതുകൊണ്ട് തന്നെ 53ന്ന് 65ലേക്കാണ് പോകേണ്ടത്. നെക്സ്റ്റ് 65 37ലേക്കാണോ 67ലേക്കാണോ? അപ്പോൾ 67ലേക്കായിരിക്കും ഒബ്വിയസ്ലി. അപ്പോൾ 67ന് പോകും. 67ന് 98ലേക്കാണോ 37ലേക്കാണോ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 37 ആണ്. 37ന് 14, പിന്നെ വരുന്നത് 98, 122, 124 ആൻഡ് 183. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഇത് വരിക, ആ ഒരു പാത്ത് പോവുക. അതിൻ്റെ സ്കാൻ ഷെഡ്യൂളിംഗ് ഉണ്ട്. സ്കാൻ ഷെഡ്യൂളിനെയാണ് എലിവേറ്റർ അൽഗോരിതം എന്നും കൂടി പറയും. എലിവേറ്റർ അൽഗോരിതം എന്ന് പറയുന്നത് സ്കാനിന് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ലിഫ്റ്റിലാണ്. അത് മുകളിൽ നിന്ന് പോയാൽ ഇപ്പോൾ താഴ്ന്ന് വിട്ട് കഴിഞ്ഞാൽ മുകളിലേക്കാണ് പോകുന്നത്. അതായത് മുകളിലേക്ക് പോയിട്ട് പിന്നെ താഴോട്ട് പോയി പിന്നെ മുകളിലോട്ട് പോയി അങ്ങനെയൊന്നുമില്ല. അത് മുകളിലേക്ക് പോയാൽ മുകളിലേക്ക് മാത്രമേ പോവുള്ളൂ, ഒരു ആംഗിളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡിസ്ക് ആ മൂവ്സ് ഇൻ ടു പെർട്ടിക്കുലർ ഡയറക്ഷൻ ടിൽ എൻഡ് സാറ്റിസ്ഫൈയിങ് ഓൾ ദ റിക്വസ്റ്റ് ദെൻ ഇറ്റ് ടേൺസ് ബാക്ക്. അതായത് ഡിസ്കിൻ്റെ ആം എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ അറ്റ് ദ എൻഡ് പോവും, എല്ലാ റിക്വസ്റ്റും സാറ്റിസ്ഫൈ ചെയ്യും, എന്നിട്ടാണ് ടേൺ ബാക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ക്യൂ ഇത് തന്നിട്ടുണ്ട്. 53 ആണ് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക് ആം എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്കാണ് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ 53ന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് 37ലേക്ക് പോവും, 14 പോവും, 0 പോവും, അത് കഴിഞ്ഞിട്ട് റൈറ്റിലോട്ട് പോവും. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക് മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 53 മൈനസ് 0 ദാറ്റ് ഈസ് 53 പ്ലസ് 183 മൈനസ് 0 ദാറ്റ് ഈസ് 183, ഇതാണ് 236. ഇനി ഇവിടെ കണ്ടുപിടിക്കുകയാണെങ്കിൽ 67 മൈനസ് 53 പ്ലസ് 67 മൈനസ് 14 പ്ലസ്
183 പ്ലസ് 183 മൈനസ് 14. ഇങ്ങനെയാണ് ഇതിൻ്റെ ഹെഡ് മൂവ്മെൻറ്റ്സ് കണ്ടത്. നെക്സ്റ്റ് സി സ്കാൻ ഉണ്ട്. സി സ്കാൻ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് തന്നെയാണ് മൂവ് ചെയ്യുന്നത്. then jumps to the last cylinder of the opposite direction without serving any request. ഇത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് സി സ്കാനിൽ പറയുന്നത്, ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് എല്ലാ റിക്വസ്റ്റും സാറ്റിസ്ഫൈ ചെയ്യില്ല, ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ ചെയ്യൂ. അതായത് ഇപ്പോൾ 53 ഫസ്റ്റ് സിലിണ്ടറിൻ്റെ ഹെഡെങ്കിൽ 67, 65, 67, 98, 122, 124, 183, 199 സാറ്റിസ്ഫൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ലെഫ്റ്റിലോട്ട് വരണം. ലെഫ്റ്റിലോട്ട് വരുമ്പോൾ 37, 14 സാറ്റിസ്ഫൈ ചെയ്യില്ല. പകരം എന്ത് ചെയ്യും, 0 എത്തിക്കഴിഞ്ഞിട്ട് 0 എടുത്ത് പിന്നെ 14, 37 ആക്കിയിട്ട് മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഹെഡ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് 199 മൈനസ് 53 അതേപോലെ തന്നെ 37 മൈനസ് 0 ദാറ്റ് ഈസ് 37, 183 സി സ്കാൻ എന്ന് പറയുന്നത്. ഇനി ലുക്ക് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് ഇത് സ്കാൻ അൽഗോരിതം പോലെ തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 എൻഡ്സും നമ്മൾ കൺസിഡർ ചെയ്യില്ല. അതായത് ഇപ്പോൾ ഇവിടെ ലുക്ക് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ക്യൂ കൊടുത്തിട്ടുണ്ട്, ഹെഡ് പോയിൻ്റർ 54 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹെഡ് പോയിൻ്റർ 54 എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, 54 ലെഫ്റ്റിലേക്ക് 14 പോയി. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, 0 കൺസിഡർ ചെയ്യുന്നില്ല. നെക്സ്റ്റ് റൈറ്റിലോട്ട് പോകുമ്പോൾ 54, 67 അതിന് വേണ്ടി എല്ലാം സാറ്റിസ്ഫൈ ചെയ്യും. 183 നോക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് 54 മൈനസ് 14 അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് 14 to 51, 67 to 78, 78 to 98 minus 122 plus 122 plus 133. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് സി ലുക്ക് ഷെഡ്യൂളിങ്ങിൽ അതേപോലെ തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഇവിടുന്ന് 54 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ലെഫ്റ്റ് ഡയറക്ഷനിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 54 ലെഫ്റ്റ് മൂവിങ് ലെഫ്റ്റ് ഡയറക്ഷൻ, ലെഫ്റ്റ് ഡയറക്ഷനിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല, ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം 54 നേരെ എന്ത് ചെയ്യും, 183 പോവും. 183 ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് അങ്ങോട്ടേക്കാണ്. 2 എൻഡ്സും കവർ ചെയ്യുന്നില്ല.